കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിരവധി തവണ 14 തവണയോളം പോലീസ് അവിടെ കുടിയൊഴിപ്പിക്കുന്നതായിട്ട് പോലീസ് അവിടെ ചെന്നിട്ടുണ്ട്. അന്നൊന്നും ഗവൺമെൻറ് തലത്തിൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയോ ഒരു ചർച്ച നടത്താനോ ഇരുകൂട്ടരെയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി ഒരു സമവായ നീക്കത്തിനുള്ളൊരു ശ്രമം പോലും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ വിഷയം രമ്യമായി പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ഉൾപ്പെടെ പരിഗണിച്ച ഒരു വിഷയത്തിൽ ഇത്രയും 40 വർഷമായിട്ട് നടക്കുന്ന ഒരു കോടതി വ്യവഹാരത്തിൽ ആ വിഷയത്തിൽ ഒരു സുപ്രഭാതത്തിൽ രാത്രി വെളുക്കുമ്പോൾ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കുമെന്നൊന്നും ഞങ്ങളാരും കരുതിയിട്ടില്ല. ഞങ്ങൾ അത് ചർച്ച ചെയ്ത് ഞങ്ങൾ ഏതറ്റം വരെ പോയി അത് പരിഹരിക്കണമെന്ന നല്ല ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ വേണം, ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്ന് അതിന് വിട്ടുവീഴ്ചകൾ വേണം. കാരണം കോടതിക്ക് പുറത്തൊരു വിഷയത്തിൽ നമ്മൾ സെറ്റിൽമെൻറ്റ്, ഔട്ട് ഓഫ് കോർട്ട് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് എല്ലാവരുടെയും ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകളും ഒരു സമവായത്തിൻ്റെ രീതിയിലേക്കും വന്നാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചില നിർദ്ദേശങ്ങൾ ഇരുകൂട്ടരുടെയും മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ച് നമ്മൾ ഇതൊരു പരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി വരെയാണ് കോടതി സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മൾ ചർച്ച അവസാനിപ്പിച്ചു എന്നോ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ആർക്കും ദോഷം കൂടാതെ, അല്ലെങ്കിൽ രണ്ട് തരത്തിലാണല്ലോ, രണ്ട് വിഭാഗങ്ങൾക്കും ദോഷം വരരുത്, രണ്ട് വിഭാഗങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കണം. അങ്ങനെ ഒരു ഫോർമുലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ അതിനകത്ത് സർക്കാർ ആരുടെയെങ്കിലും പക്ഷത്ത് നിൽക്കാനാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ലല്ലോ. ഞാനിതിൻ്റെ മറ്റ് പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. ഞാനങ്ങനെ ഒരു വൈകാരിക പ്രതികരണത്തിലേക്കൊന്നും ഞാനിതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഇത് രമ്യമായി പരിഹരിക്കണമെന്ന ഒറ്റ താല്പര്യത്തിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല, ഞങ്ങൾ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞതും അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പും ഈ ആളുകളെ പെരുവഴിയിലാക്കില്ല എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് സർക്കാരിനുണ്ട്. കോടതി പറഞ്ഞിട്ടല്ല, അത് ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ പെരുവഴിയിലാക്കാൻ സാധിക്കില്ല. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അവർ ഇരു കൂട്ടരും അതിനകത്ത് അവർക്ക് ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സ്വാഭാവികമായും അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെ സംബന്ധിച്ചൊക്കെ അവർക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അല്പസമയമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും 16-ാം തീയതിക്ക് മുമ്പ് ഞങ്ങളിത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനെല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്.